അവസരം നമുക്ക് അമ്മ തന്നെ നൽകിയിരിക്കുകയാണ്. കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് പ്രപഞ്ചമാതാവിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഇങ്ങനെ വാക്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. അത് വളരെ ഈസി ആയിട്ടാണ്. ഗായത്രി മന്ത്രം ഏവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ ചുറ്റുവഴികളിൽ കൂടെ എങ്ങനെ പ്രാർത്ഥിക്കണം, ഗായത്രി മഹായജ്ഞം എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതെല്ലാം ഒരു ഗായത്രി ജപം മനസ്സിലാക്കി നമുക്ക് സ്വീകരിക്കേണ്ടത് ഒരു ഗുരുമുഖം തന്നെയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്കൊരു അവസരമായ നിമിഷം വന്നിട്ടുള്ള കാര്യം. സാധ്യതയായ ഒരുപാട് പ്രവാസി മലയാളികൾ ബാംഗ്ലൂരിൽ സ്ഥിതിക്ക് ഈ ബാംഗ്ലൂരിൽ ആദ്യമായിട്ടൊരു കാര്യത്തിൽ ജീവിക്കാനും അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ജീവിതത്തിൽ ഭാഗമാകാനും എത്രത്തോളം ആ ഒരു പ്രചോദന ശക്തി ആ മാതാവിന്റെ അനുഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു അനുഗ്രഹം ഉണ്ടായത് വളരെ കഴിഞ്ഞ അടുത്തൊരു ദിവസം നമ്മുടെ ജനതത്തെ ഹരിഗോവിന്ദ് നിങ്ങൾക്ക് ഏവർക്കും അറിയപ്പെടുന്ന സോപാന സംഗീത ആളാണ്. സോപാന സംഗീതത്തിന്റെ പ്രചാരകരാണ്. അല്ലെങ്കിൽ സോപാന സംഗീത കുടുംബപരമായ അച്ഛൻ്റെ നമ്മുടെ ദേവാസ് നമ്മുടെ ആ ഒരു സിബിയുടെ നിങ്ങൾ കേട്ടിട്ട് വന്ദേ മുകുന്ദ ഹരേ എന്നുള്ളത് നമ്മുടെ ജനതത്തെ ഹരിഗോവിന്ദ്ജിയുടെ അച്ഛൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതൊരു 2-3 തലമുറയായിട്ട് നമ്മുടെ സോപാന സംഗീതത്തിന്റെ പ്രചാരകരായ ഒരുപാട് കേരളത്തിൽ അങ്ങോട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രതിമയാണ് ജനത്തെ ഹരിഗോവിന്ദിന്റെ അടുത്ത് നിൽക്കുന്ന മഹാപ്രതിമ. നിങ്ങളെ അറിയുന്ന കുറച്ചുകൂടി അറിയാം. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഒരു പ്രോഗ്രാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ കൂടെ ഞങ്ങളൊരു സംസാരം വന്നെങ്കിൽ ഗായത്രി അമ്പലം ഷൊർണൂർ, പാലക്കാട് ഷൊർണൂരിൽ ഒരു അമ്പലം പണിയുന്നുണ്ട്. അതിന് സ്ഥലം നോക്കി നമ്മുടെ വാജി ആചാര്യൻ അവിടെ നോക്കുന്നുണ്ട്. അവർ അമ്പലം കെട്ടാൻ പോകുന്ന സംസാരം കൂടി നമ്മുടെ സംസാരം വന്നുകൊണ്ട് പറഞ്ഞു ഒരു ഉചിതമായൊരു സ്ഥലത്തുള്ളത് ആ ഒരു ഗായത്രി ജപം നടത്തുന്ന സാഹചര്യം വരുമ്പോൾ അപ്പോഴാണ് തോന്നിയത് നമ്മുടെ സ്കൂൾ തുറക്കുന്ന സമയമാണ്. അപ്പൊ അല്ലെങ്കിൽ ഒരു 30 വർഷം നമ്മുടെ മഴക്കാലത്ത് വളരുമ്പോൾ ആ ഒരു സമയം എല്ലാവർക്കും മെയ് 19 തന്നെ നമുക്കൊരു ഞായറാഴ്ച ദിവസം നമുക്കിവിടെ ഒരു ഗായത്രി മഹായജ്ഞം ചെയ്യാമെന്ന് നേരത്തെ ഹരിഗോവിന്ദ്ജി നമ്മുടെ ആചാര്യനെ ബന്ധപ്പെടുകയും അങ്ങനെ നമുക്ക് സംസാരത്തിൽ കൂടെ ആ ഒരു ദിവസം ഫിക്സ് ചെയ്യുകയും അത് നമ്മുടെ സ്വന്തം ബാലൻസ് ഐക്യപക്ഷത്തിൽ തന്നെ നമ്മൾ ആ ഒരു യജ്ഞം നടത്താൻ തീരുമാനമാകുമല്ലോ. അതുകൊണ്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ടും നല്ല രീതിയിലുള്ള സഹകരണം ഐക്യപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും കമ്മിറ്റി തീർച്ചയായിട്ടും നമുക്ക് ഏറ്റെടുക്കാം. നമുക്ക് വളരെ വേണ്ടതാണ്. സപ്താഹങ്ങൾ പലതും നടത്താറുണ്ട്, പല വ്യത്യസ്ത സപ്താഹങ്ങൾ നടത്താറുണ്ട്. ഐക്യപൂജകളും മറ്റെല്ലാ പൂജകളും നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ഗായത്രി മഹായജ്ഞം ബാംഗ്ലൂരിൽ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആചാര്യനെ ക്ഷണിക്കുക. നേരത്തെ കോഴിക്കോട് സംസാരിച്ചു. നല്ലൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട്. അവർക്കെല്ലാവരും ഭാഗമാകാൻ ഈ ഗായത്രി മഹായജ്ഞത്തിന്റെ ഭാഗമാകാനായിട്ട് വ്യത്യസ്തരീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഗ്രഹം ഇന്ന് നമുക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇനിയും നമ്മുടെ ഗായത്രി ഈ സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എല്ലാവരും വീട്ടിലെ വയസ്സുകൊണ്ട് അവിടെ പ്രാർത്ഥിച്ചു. എൻ്റെ വാക്കുകൾ ഞാൻ വായിക്കുന്നുണ്ട്. നമ്മുടെ സംസാരം മന്ത്രമാതാവായിരിക്കുന്ന ഗായത്രി ദേവിയുടെ ഉപാസകർ ഈ ഭൂമുഖത്ത് പരമാവധി വർദ്ധിച്ചു വരണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി സമർപ്പണ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ആചാര്യനാണ് ഇവിടെ എത്തിയിട്ടുള്ള ആചാര്യൻ അരുൺ പ്രഭാകരൻ. വേദപ്രചാരമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രവർത്തന മേഖല. പഞ്ചമുഖി ഗായത്രി ദേവിയുടെ ശക്തിപീഠ പ്രതിഷ്ഠയോടുകൂടിയ ഗായത്രി ഗുരുകുലം പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ ഭാരതപ്പുഴയുടെ കാറ്റേറ്റ് കിടക്കുന്ന ത്രാങ്ങാരി കവളപ്പാറ ഗ്രാമത്തിൽ വരാൻ പോവുകയാണ്. അവിടെ ജൂൺ 16 മുതൽ ജൂലൈ 24 വരെ 24 ലക്ഷം തവണ ഗായത്രി അർച്ചന ചെയ്യുന്ന ഒരുപക്ഷെ ഭാരതത്തിന്റെ ചരിത്രത്തിലെ തന്നെ അതിദീർഘമായ ഗായത്രി മന്ത്രജപയജ്ഞം നടക്കാൻ പോവുകയാണ്. കേരളത്തിൽ ജപോത്സവം എന്ന പേരിൽ വാളയാറിൽ ആദ്യം നടന്നു, രണ്ടാമത് പുരത്തറയിൽ നടന്നു, മൂന്നാമതാണ് ബാംഗ്ലൂരിൽ നടക്കുന്നത്. എന്നാൽ എവിടെയും നടന്നിട്ടില്ലാത്ത അത്യപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള 24 ലക്ഷം ഒരു ഗായത്രി ജപാർച്ചന നടക്കാൻ പോവുകയാണ് കേരളത്തിൽ. അതിന്റെ തൊട്ട് മുൻപായിട്ടാണ് ആചാര്യൻ ഇവിടെ എത്തിയിട്ടുള്ളത്.
അതെല്ലാം ഈ ജപയജ്ഞത്തിന് ശേഷം ഇന്ന് വൈകിട്ട് 3 മണിക്ക് നമ്മൾ ഒന്നുകൂടിയിരിക്കും. അതിനുശേഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അതിന് ആഗ്രഹമുള്ളവരെല്ലാം ജപോത്സവത്തിന് ശേഷം ഇവിടെ തുടരണം. ഭാരതപ്പുഴ തീരത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്ന തരത്തിൽ ഒരു വലിയ ശക്തിപീഠ പ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ് അവിടെ. അതിന് തൊട്ടുമുമ്പ് നടക്കുന്ന വലിയൊരു പരിപാടിക്കാണ് ബാംഗ്ലൂർ മലയാളികൾ അല്ലെങ്കിൽ ഗായത്രി ഉപാസകർ, ഗായത്രിയെ സ്നേഹിക്കുന്നവർ ഇവിടെ വരിക എന്ന വലിയ ലക്ഷ്യം കൂടി ഈ ഗായത്രി ജപോത്സവത്തിന് ശേഷം നമുക്കുണ്ട്. അതിനുവേണ്ടി സഹകരിച്ച ക്ഷേത്രം ഭാരവാഹികളായിട്ടുള്ള ബാഹുലയൻ സർ, ശ്രീ കൃഷ്ണകുമാർജി, അദ്ദേഹത്തിന്റെ ഭാര്യ മായാജി, അവരാണ് ഈ രജിസ്ട്രേഷന്റെ പ്രോസസ്സ് മുഴുവൻ ഒരു തപസ് പോലെ ചെയ്തു തീർക്കാൻ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ആളുകൾ ആകർഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്ത ഒരാളാണ് ശ്രീമതി ലതിക നായർ. അത് ഇവരുടെ എല്ലാം നിസ്സീമമായ സഹകരണം. ഇന്നലെ രാത്രി 12 മണിയോളം ഇവിടെ അലങ്കാരങ്ങളും മറ്റുമായി സകലരും ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ഭഗവതിയുടെ അനുഗ്രഹത്തിലുള്ള അവരുടെ സമർപ്പണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗായത്രി ഗുരുവാചാര്യൻ സർവശ്രീ ആചാര്യ അരുൺ പ്രഭാകരന്റെ ഈ ആഗമനം, ഇവിടെയുള്ള ബാംഗ്ലൂരിലേക്കുള്ള ഈ ജപോത്സവത്തിന്റെ പേരുള്ള ഈ ആഗമനം ബാംഗ്ലൂരിലെ മുഴുവൻ ഗായത്രി പ്രേമികൾക്കും വലിയ ഒരു തുടക്കമാവട്ടെ എന്ന് ഭഗവതിയുടെ പേരിൽ വലിയ അനുഗ്രഹമായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാലസ്വാമി അയ്യപ്പ ക്ഷേത്രത്തിന്റെയും ഒരു വലിയ ചരിത്രാധ്യായമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മറ്റു ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. പ്രധാനപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ ഇതിൽ തൽപരരായി സ്വയം മുന്നോട്ട് വരുന്ന ആളുകളുടെ ഒരു യോഗത്തിന് വേണ്ടി ഇവിടെ തുടരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇവിടെ തുടരുക. അത് കൗണ്ടറിൽ അറിയിക്കുന്ന ആരാഴ്ചകൾ പറയുക ചെയ്താൽ മതി. ആചാര്യനായിരിക്കുന്ന ശക്തിപീഠ പ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകാൻ പോകുന്ന മഹാഗുരു ആചാര്യ പ്രഭാകരൻജി നമ്മളോട് നമ്മുടെ പരിപാടിയുടെ ചിത്രങ്ങൾ ആരൊക്കെ പകർത്തിയിട്ടുണ്ടോ അവരെല്ലാം അവരുടെ പേരും ഫോൺ നമ്പറും കൗണ്ടറിൽ കൊടുത്തു പോകണം. കാരണം ഇതിന്റെ ചിത്രങ്ങളുടെ മാത്രമായിട്ട് നമുക്ക് ഒരു സഞ്ചയം സൂക്ഷിക്കേണ്ടത് വലിയൊരു ചരിത്ര മുഹൂർത്തത്തിൽ ദിവ്യായ സത്യധർമ്മസ്വരൂപിണേ സ്വാനന്ദാമൃതവൃത്തായ ശ്രീധരായ നമോ നമഃ. ശ്രീധരായ നമോ നമഃ. ശ്രീധരായ നമോ നമഃ. തുടങ്ങാറല്ലേ? ദേവമാതാവും വേദമാതാവുമായ വേദജനനി എന്ന നാമം കൊണ്ട് വിഖ്യാതയായ ഛന്ദസാം മാതാ എന്ന ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണനായി വിശേഷിക്കപ്പെട്ട ആദിപരാശക്തിയുടെ സാക്ഷാത് മൂകാംബികയുടെ വൈദിക സ്വരൂപമായ വാഗ്രൂപമായ 5 മുഖങ്ങളോടുകൂടിയ പഞ്ചബ്രഹ്മസ്വരൂപനായ പരമേശ്വരന്റെ ശക്തിയായ ഗായത്രിക്ക് നമസ്കാരം. ഗായത്രിയെ ഉപാസിക്കുന്നതിലേക്ക് വന്നെത്തിയിട്ടുള്ള എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം. ഇവിടെ ഈ ദിവ്യ സന്നിധിയിൽ അധിഷ്ഠാന ദേവതയായി നിലകൊള്ളുന്ന ഇവിടുത്തെ മൂർത്തിയായ സാക്ഷാൽ അയ്യപ്പസ്വാമിക്ക് നമസ്കാരം. ദേവതകളുടെയും ഗുരുക്കന്മാരുടെയും എല്ലാം നിറഞ്ഞ സാന്നിധ്യത്തിലാണ് ഇവിടെ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്.
ദേവതകൾക്കും പിതൃക്കൾക്കും മനുഷ്യർക്കും ധർമ്മജിജ്ഞാസുക്കളായ എല്ലാവരും പ്രമാണം അഥവാ പരമപ്രമാണം ശ്രുതിയാണ് എന്ന് പറയും. ശ്രുതി എന്നാൽ വേദം, വേദം വേദം എന്നാൽ അറിവ്. വിദ് ജ്ഞാനേ, വിദ് സത്തായ, വിദ് ലാഭേ, വിദ് വിചാരണേ എന്നിങ്ങനെയൊക്കെയുള്ള ധാതുക്കളിൽ നിന്നുമാണ് വേദം എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. നാലാണ് അറിയാം. ഋക്ക്, യജുസ്, സാമം, അഥർവം, 4 വേദം. ഈ 4 വേദങ്ങൾക്കും കൂടി ഏതാണ്ട് 20,000-ഓളം മന്ത്രങ്ങളുണ്ട്. ഋഗ്വേദത്തിൽ 10,552 ഋക്കുകളാണ്. ഋക്ക് എന്നാണ് പറയുക. യജുർവേദത്തിൽ 1975, 1855 ഋക്കുകൾ. സാമവേദത്തിലും 4977 ഋക്കുകൾ. അഥർവണ വേദത്തിലും ഇങ്ങനെയാണ്. ഈ 4 വേദങ്ങളും ആര് എഴുതിയതാണെന്ന് ഇന്നേ വരെ ആരും പറഞ്ഞില്ല. മഹാഭാരതം എഴുതിയത് വ്യാസഭഗവാനാണെന്ന് ഖ്യാതി. വാൽമീകിയാണ് രാമായണം എഴുതി നമുക്കറിയാം. എന്നാൽ ഋഗ്വേദം ആരാ എഴുതിയതെന്ന് ചോദിച്ചാൽ അത് ആർക്കും അറിയില്ല. അങ്ങനെ ഒരാളെ പറയില്ല. അതുകൊണ്ട് വേദങ്ങളെ കുറിച്ച് പറയാം അപൗരുഷേയം എന്നാണ്. അപൗരുഷേയം ഏതെങ്കിലും ഒരു പുരുഷന്റെ അഥവാ മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ടോ ബുദ്ധിയിൽ നിന്നോ ജനിക്കാത്തത് അഥവാ പരമപുരുഷനിൽ നിന്നും ഉതിർന്നു വന്നിട്ടുള്ളത്, ആവിർഭവിച്ചിട്ടുള്ളത് എന്ന് വേദങ്ങൾ പറയുന്നു. ഈശ്വര നിശ്വസിതം വേദ. ഈശ്വരന്റെ പ്രാണനാണ് വേദം. ഈശ്വരന്റെ പ്രാണനാണ് വേദം. അത് അപൗരുഷേയം എന്ന് പറയും. അപൗരുഷേയം അതിന് ആദിയുമില്ല, അന്തവുമില്ല, തുടക്കമില്ല, ഒടുക്കില്ല. മന്ത്രസംഖ്യകൾക്ക് പരിമിതിയുണ്ട്. നമ്മുടെ കയ്യിൽ നിലവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള മന്ത്രസംഖ്യകൾക്ക് പരിമിതിയുണ്ട്. പക്ഷേ വേദം അനന്തമാണ്. അനന്ത വൈ വേദാഹ എന്നാണ് പറയുക. വേദം അനന്തമാണ്. അതൊക്കെ അറിയാം. എടാ ഇനി എത്രത്തോളം പോകുന്നത് എനിക്കറിയാം. കുട്ടിക്കാലത്ത് കേട്ടോ. അതുപോലെ വേദങ്ങളുടെ സമ്പൂർണ്ണ വേദങ്ങളുടെയും അളവ് അറിയുന്നവൾ വേദമാത. അത് ഗായത്രി. ശ്രീമാത, ശ്രീമഹാരാജ്ഞി എന്ന ചിലപ്പോൾ അറിയില്ലേ? ശ്രീമാത. എന്താ ശ്രീമാത എന്ന് പറയണം? ശ്രീമാത എന്ന് പറയുമ്പോ ശ്രീയുടെ അമ്മയാണ്. ആരാ ശ്രീ? ലക്ഷ്മിയാണ് ശ്രീ. ലക്ഷ്മി മാത്രമാണോ? അല്ല. സരസ്വതി ശ്രീ, സരസ്വതിയുടെ പേര് ശ്രീനാണ്. അത് രണ്ടും മാത്രമാണോ? അല്ല, അല്ല. ഇത് രണ്ടും മാത്രമാണെന്ന് പറഞ്ഞാൽ സഹസ്രനാമം നിങ്ങൾക്ക് അറിയേയില്ല. സൂക്ഷ്മാർത്ഥം അറിയില്ല. അറിയാൻ സൂക്ഷ്മാർത്ഥത്തിലേക്ക് പോയില്ല. ശ്രീ എന്ന് പറഞ്ഞാൽ ശിവൻ. ശിവൻ, ശിവന്റെ പര്യായമാണ് ശ്രീ. വിഷത്തിനും ശ്രീ എന്ന് പറയുമോ? വിഷം, പോയിസൺ, അതിനും ശ്രീ എന്ന് പറയും. ഇവിടെ ശ്രീ എന്ന് പറഞ്ഞാൽ ശിവൻ. ശിവന്റെ അളവ് അറിയുന്നവൾ ശിവ. മാതാവിന്റെ മനസ്സിലായി. ഇതാണ് വേദങ്ങളുടെ അളവ് അറിയുന്നവൾ വേദമാത. അത് ഗായത്രിയാണ്. അങ്ങനെയുള്ള നോക്കൂ, വേദം എന്ന് പറയുന്ന സമ്പൂർണ്ണത, ടോട്ടാലിറ്റിയെ, ആ ടോട്ടാലിറ്റിയെ നമ്മൾ വൃത്തം എന്നാണ് പറയുക. വൃത്തം 360
ഡിഗ്രി വൃത്തം. ആ വൃത്തത്തിന്റെ ഭഗവതി എപ്പോഴും ഒരു വട്ടത്തിനുള്ളിലാണ്. ഒരു വട്ടം. ആ വട്ടത്തിനെ ഞങ്ങൾ പറയാം ബിന്ദു എന്നാണ് പറയുക. ബിന്ദു കേട്ടോ? ഇവരെ കേട്ടോ? ഇവിടെ ശ്രീചക്രം എന്നൊരു ഏർപ്പാട് കണ്ടിട്ടോ? അതിന് നടുവിൽ ഒരു ബിന്ദുവാണ്, അല്ലെങ്കിൽ അതിനെ മേലുവാക്കുന്നതിന് മുകളിൽ ഒരു ബിന്ദുവാണ്. ആ ബിന്ദു ശിവശക്തി ഐക്യസ്വരൂപിണി എന്നാണ് ആ ബിന്ദുവിന് പറയുന്നത്. സാക്ഷാൽ ശ്രീ ഭഗവതി തന്നെ ബിന്ദു. അതിനെ വലുതാക്കുന്നത് വട്ടമാണ്. വട്ടം ഭഗവതി ആ വട്ടമാണ്. അതാ ഭഗവതി വട്ടത്തിൽ നമ്മൾ മലയാളത്തിൽ എന്താ പറയാ? പൂജ്യം എന്ന് പറയില്ലേ? പൂജ്യം എന്ന് പറഞ്ഞാൽ പൂജിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്തോ അത് പൂജ്യം. പൂജിക്കുവാൻ ഉത്തമമായിട്ടുള്ളത് എന്തോ അതിനെയാണ് പൂജ്യം എന്ന് പറയുന്നത്. പൂജനീയം, പൂജ്യം. അപ്പൊ ഭഗവതി വട്ടമാണ്. ഭഗവതിയുടെ ഉപാസകന്മാരെ ഭഗവതി എന്ത് ചെയ്യും? ആ വട്ടത്തിനുള്ളിലേക്കാക്കും. ഭഗവതി അല്ലാതെ മറ്റൊന്നും തനിക്ക് വേണ്ട എന്ന ഒരു ബോധ്യം വരുന്ന ആളുകളെ ലോകം വിളിക്കുന്ന പേരാണ് വട്ടൻ. ഞാൻ വെറുതെ പറഞ്ഞല്ല, വട്ടൻ. അങ്ങനെ ഒരു വട്ടനെ കാണാൻ വേണ്ടിയാണ് കൽക്കട്ടയിൽ നിന്ന് വണ്ടി കയറി നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു അരവട്ടൻ ദക്ഷിണേശ്വരത്ത് പോയത്. അവിടെ മുഴുവട്ടനെ കണ്ടു. കഥ നിങ്ങൾക്ക് അറിയാം. ആ മുഴുവട്ടൻ ഏത് വട്ടത്തിലായിരുന്നു? കാളി എന്ന വട്ടത്തിലായിരുന്നു. അപ്പോ ഭഗവതി പൂജ്യമാണ്, വൃത്തമാണ്, വട്ടമാണ്. ആ വൃത്തത്തിന്റെ ഉള്ളളവിന് എന്താ പറയാ? വൃത്തത്തിന്റെ ഉള്ളളവ് നാം എന്ന് പറയും. വൃത്തത്തിന് ഉള്ളളവുണ്ടല്ലോ, അതെന്താ പറയാറ്? വ്യാസം എന്ന് പറയുന്നു. പഠിക്കുന്ന കാലത്ത് വ്യാസം ഇംഗ്ലീഷിൽ എന്താ പറയുക? എന്താ പറയാ? അപ്പൊ അതിന് വ്യാസം എന്ന് പറയും. വൃത്തത്തിന്റെ ഉള്ളളവ് പറയുന്നത് പറയും. വൃത്തത്തിന്റെ ഉള്ള അളവ് വ്യാസം. ഉള്ള അളവ് അറിയുന്നതെന്ന് പറയും വ്യാസൻ എന്ന് പറയും. വേദവ്യാസൻ, അങ്ങനെയാ വേദവ്യാസൻ ഉണ്ടാവും. ശരി, ആ ഋഷീശ്വരന്മാരുടെ പരമ്പരയിലാണ് നമ്മൾ പെടുന്നത് എന്ന് ആലോചിക്കുക. നമ്മുടെ പാരമ്പര്യമാണ്. ബ്രഹ്മ എന്ന ആദ്യ വ്യാസൻ മുതൽ കൃഷ്ണദ്വൈപായനൻ എന്ന മഹാഭാരതം എഴുതിയ അവസാനത്തെ വ്യാസൻ വരെ 28 വ്യാസന്മാരാണ് നമുക്കുള്ളത്. ഞാൻ ഉരുട്ടിയത് അർത്ഥം പ്രമാണം തരാം. ശ്രീമദ് ഭാഗവതം 12ാമത് സ്കന്ധം 71ാമത് അധ്യായം ആദ്യത്തെ 6 ശ്ലോകങ്ങൾ എടുത്തു വായിക്കാം. അതിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ദിനം എങ്ങനെയാണ് തുടങ്ങിയിരുന്നത് എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു ഭഗവാന്റെ ഒരു ദിനം പറയും? ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ജലം തൊട്ട് ആദ്യം ശരീരശുദ്ധിയെടുത്തി ജലം തൊട്ട് ആത്മധ്യാനം ചെയ്ത് കുളിക്കുന്നതിന് മുമ്പത്തെ കാര്യമാണ്. ജലം തൊട്ട് അത്യാവശ്യം ശുദ്ധി വരുത്തി ആത്മധ്യാനം ചെയ്ത് പിന്നീട് കുളിയും സന്ധ്യാവന്ദനാദികളും കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഭഗവാൻ രാവിലെ ഒരു കാര്യം പഠിക്കുന്ന വഴി ആത്മധ്യാനം കഴിഞ്ഞ് സന്ധ്യാവന്ദനം ചെയ്ത് കഴിഞ്ഞ് ഒരു സമയമാവും സൂര്യോദയം വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ ഭഗവാൻ ഗായത്രി ജപിച്ചുകൊണ്ടിരിക്കും. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിത്യവും ജപിച്ചിരുന്നത് സാക്ഷാൽ ഗായത്രി മന്ത്രമായിരുന്നു എന്ന് പറയുന്നത് ഞാനല്ല നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഭാഗവതം എടുക്കുക വായിക്കും. ഞാനെല്ലാം പറയുന്നത് ആലോചിച്ചോ. ഭഗവാൻ കൃഷ്ണനെ ഭഗവാൻ
കൗസല്യ സുപ്രജാ രാജ രാമ പൂർവമധ്യാപനത്തിലെ ഉദ്ദിഷ്ട നരശാർദൂല കർത്തവ്യം ദൈവം. നോക്കൂ, പിന്നീട് എടുത്തതാണ് ഈ വരി. യഥാർത്ഥത്തിലുള്ളത് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ വരിയാണ്. വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ വരിയാണ്. അതിൽ ഏത് സന്ദർഭം എന്ന് പറഞ്ഞാൽ രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്രൻ കൊണ്ടുപോയി കാട്ടിലേക്ക് കൊണ്ടുപോയി രാക്ഷസന്മാരെ കൊണ്ടുപോയി കണ്ടിട്ടുണ്ടാവില്ലേ? അങ്ങനെ സമയത്ത് ഗംഗയുടെ തീരത്ത് കിടന്നുറങ്ങിയിരുന്ന രാമലക്ഷ്മണന്മാരെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. കൗസല്യയുടെ സുപുത്രനായ രാമ എഴുന്നേൽക്കൂ, സന്ധ്യാവന്ദനം ചെയ്യാൻ സമയമായി, സന്ധ്യാകാലമായി എഴുന്നേറ്റ് ഉത്തിഷ്ഠ നരശാർദൂല, എഴുന്നേറ്റ്. എന്നിട്ട് അടുത്ത ഭാഗം പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് ഗംഗാസ്നാനം ചെയ്ത് ഗായത്രി മന്ത്രം ജപിച്ചു എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീരാമായണം. രാമനെ രാമനാക്കുന്നതും ഗായത്രിയാണ്, കൃഷ്ണനെ കൃഷ്ണനാക്കുന്നതും ഗായത്രിയാണ്. ആലോചിക്കൂ. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ പറയുന്നത് ഗായത്രിയാൽ പരം, ഗായത്രിയാൽ പരം നാസ്തി, ഗായത്രിക്ക് അപ്പുറമില്ല. ആലോചിക്കൂ. നമ്മുടെ ഏറ്റവും വലിയ ആരാധ്യവിഷയന്മാരായ അവതാരമൂർത്തികളായ രണ്ടുപേരും നിത്യവും ഉപാസിച്ചിരുന്നത് ഗായത്രിയെ ആയിരുന്നു എന്ന് മറക്കാതിരിക്കും. ഇനി അടുത്ത വിഷയത്തിൽ പറയാം. രാമായണം നമുക്ക് പ്രിയപ്പെട്ടതാണ്. ഞാൻ എഴുത്തച്ഛന മാറ്റുകാരനാണ്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് അധ്യാത്മ രാമായണത്തെ കുറിച്ചല്ല, വാൽമീകിയുടെ രാമായണത്തെ കുറിച്ചാണ്. എത്ര ശ്ലോകങ്ങളുണ്ടെന്ന് അറിയോ വാൽമീകിയുടെ രാമായണത്തില്? 24,000 ശ്ലോകങ്ങളാണ്. എത്ര ശ്ലോകങ്ങളാണ്? 24,000 ശ്ലോകങ്ങൾ. ആദ്യത്തെ വരി അറിയില്ലേ രാമായണത്തിലെ? എല്ലാവരും പറയും എന്നുള്ളതാണ് ആദ്യത്തെ ശ്ലോകം. അത് ആദ്യ ശ്ലോകമല്ല. ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയാണ് രാമായണത്തിലെ: തപസ്വാധ്യായം തപസ്വി വാഗ്വിദാംബരം നാരണം പരിവർത്തച്ച വാൽമീകി മുനിപുങ്കം. ഇതാണ് ഒന്നാമത്തെ വരി. ഏത് അക്ഷരത്തെ കൊണ്ടാണ് രാമായണം തുടങ്ങുന്നത്? ഏതക്ഷരം? തപസ്വാധ്യായം. അപ്പൊ അക്ഷരം കൊണ്ടാണ് 24,000 ശ്ലോകങ്ങളുള്ള രാമായണത്തെ 1000 വീതമാക്കി മുറിക്കുക, 1000 ഭാഗങ്ങളാക്കുക. അതിപ്പോ 1001ാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ഏതക്ഷരം കൊണ്ടാണ് പറയും? സ. 2001ാമത്തെ ശ്ലോകം തുടങ്ങുന്നത് വ. 3001ാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ത. ഇങ്ങനെ 24,000 ശ്ലോകങ്ങളെ 24 കഷ്ണങ്ങളാക്കിയാൽ ആ ശ്ലോകങ്ങളിലെ ആദ്യാക്ഷരത്തെ ചേർത്താൽ 24 അക്ഷരങ്ങൾ അവിടെ കാണാം. ആ 24 അക്ഷരങ്ങൾ എങ്ങനെയാണോ വായിക്കുക? തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ആലോചിച്ചു. Ramayana is nothing but a detailed interpretation of Gayatri. ഗായത്രി മന്ത്രത്തിന്റെ വിസ്തരിച്ചിട്ടുള്ള ആഖ്യാനമാണ് സാക്ഷാൽ ശ്രീരാമായണം. ഗായത്രിയിലേക്ക് രാമായണമില്ല. നിങ്ങൾ എടുത്ത് വെച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിലേക്ക് രാമായണം ആവില്ലേ? വാൽമീകി രാമായണം നെറ്റിലിട്ടു. അതുകൊണ്ട് പണ്ട് പറഞ്ഞാൽ ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എല്ലാവർക്കും ഒന്നും ഗായത്രി ജനിക്കേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നില്ല. അന്ന് കാരുണ്യശാലികളായിരുന്ന ഗുരുക്കന്മാർ അവരുടെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്താട്ടെ, ഈ രാമായണത്തിലെ 24 ശ്ലോകം മാത്രം ജപിച്ചോളൂ. ഇന്നും ആ 24 ശ്ലോകങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് ഗായത്രി രാമായണം എന്ന പേരിൽ ഗ്രന്ഥം തന്നെയാണ്. ഗായത്രി ജപിക്കുവാൻ ഭാഗ്യമില്ലാത്തവർക്ക്, ഉപദേശമില്ലാത്തവർക്ക് ഗായത്രിയുടെ അനുഗ്രഹത്തെ കിട്ടുവാൻ വേണ്ടി രാമായണത്തിലെ 24 ശ്ലോകങ്ങൾ ജപിക്കുക. ആലോചിച്ചു. ഇനി അടുത്ത വിഷയം. ഇവിടെ ഭാഗവതത്തിലെ 1ാമത്തെ ശ്ലോകത്തിന്റെ അവസാനത്തെ ഭാഗം അറിയോ? ഭാഗവതത്തിലെ 1ാമത്തെ
സത്യം പരം ധീമഹി ആണേ. ശരി, ധീമഹി മെഡിറ്റേറ്റ് ഓൺ, ധ്യാനിക്കുക. തത്സവിതുർവരേണ്യം അടുത്ത ഭർഗോ ദേവസ്യ ധീമഹി. The very concept of dhyana or meditation derived from Gayatri. Gayatri ഇല്ലെങ്കിൽ ധ്യാനം എന്ന ഒരു ആശയം പോലില്ല, ആശയം പോലില്ല. ഇപ്പൊ നമ്മള് ഒരുപാട് വിപാസന, സെൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ധ്യാന പദ്ധതികൾ ലോകത്ത് നമ്മൾ കാണുന്നത്. ഇതിന്റെല്ലാം root nothing but none other than Gayatri. Gayatri നോക്കൂ, അതിൽ തന്നെ പറയും ധീമഹി എന്നുള്ളത് ഗായത്രി മന്ത്രത്തിന്റെ ധ്യാനാത്മകതയെ വിസ്തരിക്കുവാൻ വേണ്ടി ഭഗവാൻ വ്യാസനാൽ വിരചിതമായ ഗ്രന്ഥമാണ് ഭാഗവതം. എന്തുകൊണ്ട് വ്യാസന് മുഖപ്രസാദം മനഃപ്രസാദം ഉണ്ടായിരുന്നില്ല എന്നതിനുള്ള പരിഹാരമാണ് ഗായത്രി ധ്യാനം. ഗായത്രിയെ ധ്യാനാത്മകമായി വിചാരിക്കുവാനും ധ്യാനിക്കുന്നതിൽ വെച്ച് ധ്യാനിക്കുവാൻ എന്ത് വേണം? നമ്മുടെ ചിത്തം ഉറയ്ക്കണം. അല്ലേ, ചിത്തം ഒരു വസ്തുവിൽ ഉറയ്ക്കണം, ധ്യേയ പദാർത്ഥത്തിൽ ചിത്തം ഉറയ്ക്കണം. ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ നമ്മുടെ ചിത്തത്തെ ഉറപ്പിക്കുവാൻ പറ്റിയ മറ്റേതൊരു മൂർത്തിയാണുള്ളത്. അപ്പൊ ഗായത്രി ധ്യാനത്തിന്റെ ധ്യാനത്തെ ആവിഷ്കരിക്കുവാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണന്റെ കഥയെടുത്ത് ഒരു പുരാണം ഉണ്ടാകും. വളർന്ന് സത്യം പരം ധീമഹി, ധീമഹി 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 തുടങ്ങി ധീമഹിയിൽ അവസാനിക്കുന്ന അറിവാണ് ശ്രീമദ് ഭാഗവതം. സോ ഗായത്രി മന്ത്രത്തിന്റെ ധ്യാനം എന്ന ആശയത്തിന്റെ വിസ്താരമാണ് ശ്രീമദ് ഭാഗവതം. ആലോചിച്ചു, അവിടെയും ഗായത്രിയാണ്, അവിടെയും ഗായത്രിയാണ്. ഇനി മറ്റു കാര്യങ്ങൾ പറഞ്ഞില്ല, 3 പാദങ്ങളാണ് ഗായത്രിക്ക്. ഗായത്രി മന്ത്രം എന്താ വെച്ചാൽ നമുക്ക് അറിയാലോ, എന്താ പറയുന്നത്? ഗായത്രി മന്ത്രം എന്താ പറയാ? ചൊല്ലിത്തരോ? ശരി, അപ്പൊ അതില് ഞാൻ ഗായത്രി മന്ത്രമാണ് ചോദിച്ചത്, നിങ്ങൾ എന്തൊക്കെയോ ചൊല്ലി തന്നു. ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഇതാണ് ഗായത്രി മന്ത്രം. എത്ര പദങ്ങളാണ്? തത്സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ത്രിപാദ എന്നാണ് ഗായത്രിയുടെ പര്യായം. ത്രിപാദ ചൈവ ഗായത്രി സാവിത്രി ബ്രഹ്മണോമുഖം. ബ്രഹ്മത്തിന്റെ മുഖമാണ് സാക്ഷാത് ത്രിപദയായ ഗായത്രി. അപ്പൊ അങ്ങനെയല്ലോ ചൊല്ലാറ് ഓം ഭൂർഭുവസ്വഃ. ആ ത്രിപദയായ ഗായത്രിയെ പ്രണവവും വ്യാഹൃതികളും ചേർത്തു വേണം ചൊല്ലാൻ. ചേർത്ത് വേണം ചൊല്ലാൻ. ഓം പ്രണവം, വ്യാഹൃതി ഭൂർഭുവ സ്വ, ഇതിനെയാണ് വ്യാഹൃതി എന്ന് പറയുന്നത്. ഇത് ചേർത്ത് വേണം ചെല്ലാൻ എന്നാണ് പറയുന്നത്. ഈ വ്യാഹൃതിക്ക് തന്നെ പല അവസരങ്ങളുണ്ട്. നമ്മൾ ഇന്ന് വിഷയം ഒരു പ്രഭാഷണത്തിനുള്ള രീതിയല്ല, ജപമാണ് ഇന്നത്തെ വിഷയം എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കൂടുതൽ പോകുന്നില്ല. അത് എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ വിശദീകരിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഗായത്രി എന്നുള്ളത് മന്ത്രമാണെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഏതൊരു മന്ത്രത്തിലേക്കും പ്രവേശിക്കുവാൻ 3 വാതിലുകളുണ്ട്, ദ്വാരങ്ങളുണ്ട്. എത്ര ദ്വാരങ്ങളുണ്ട്? ദ്വാര. സംസ്കൃതത്തിലെ ദ്വാര ശബ്ദത്തിൽ നിന്നാണ് സാഹിബിന് DOOR എന്ന വാക്ക് കാണിയത്. ദ്വാരാണ് ഡോർ ഉണ്ടായത്. അപ്പൊ ഈ 3 ദ്വാരങ്ങളുണ്ട്. ആദ്യത്തെ ദ്വാരത്തിന് പറയുന്ന പേരാണ് ഋഷി. പേര് ഋഷി. ഇപ്പൊ ഋഷിയാണ് മന്ത്രത്തെ കാണുന്ന കണ്ണാണ് ഋഷി. 8 അക്ഷരങ്ങൾ വീതമുള്ള 3 പാദങ്ങൾ, 32. അപ്പോൾ ഇതിന്റെ ഛന്ദസ് മാറി. 32 അക്ഷരമുള്ള ഛന്ദസിന്റെ പേര് അനുഷ്ടുപ്പ്. അനുഷ്ടുപ്പ്. ശ്രീ മാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീ മത്സിംഹാ
ശീതഗ്നി കുണ്ഠ സംഭുക്ത ദേവകാര്യ സമുദ്യദാത്രി. നാലിട്ട് 30. അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രമാലാമന്ത്രസ്യ വശിന്യാദിവാ ദേവദർശയഃ അനുഷ്ഠു ശബ്ദഃ. മനസ്സിലായോ? ഇതാണ് അനുഷ്ഠു. അപ്പോ ഗായത്രിക്ക് എത്രയുള്ളത്? 3 പാദങ്ങളും 24 അക്ഷരങ്ങളുമാണുള്ളത്. അപ്പൊ രണ്ടാമത്തെ വാതിലാണ് ഛന്ദസ്സിനെ കുറിച്ചുള്ള അറിവ്. 24 അക്ഷരങ്ങളാണ് ഗായത്രി എന്ന് പറയുന്നത്. ശരി. മൂന്നാമത് വേറെ അർത്ഥങ്ങളുണ്ട്, ചുരുക്കിയ പറയണം. മൂന്നാമത് ദേവതയാണ്. അപ്പൊ ഛന്ദസ് എന്ന് പറയുന്ന അക്ഷരങ്ങളാണല്ലോ. അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്ന വായുണ്ടാണ്. അതുകൊണ്ടാമത് ദേവതയാണ്. മന്ത്രാത്മാനോ ദേവത എന്നാ പറയാ. എന്താ പറയാ? മന്ത്രാത്മാനോ ദേവത. മന്ത്രത്തിന്റെ ആത്മാവാണ് ദേവത. ആത്മാവിന്റെ സ്ഥാനം പുറത്താണെന്ന് പറയാനോ? ഹൃദയത്തിലാണ് ഋഷി. അപ്പൊ നമ്മുടെ ഹൃദയത്തിലുള്ളൂ. അപ്പൊ ഋഷിയായി, ഛന്ദസായി, ദേവതയായി. ഇനി ഒരു തമാശ പറയാം. എന്നുള്ളത് ദേവതയുടെ അക്ഷരരൂപമാണ്. ശ്രദ്ധിക്കണേ. ദേവതയുടെ ദിവ്യശക്തിയുടെ അക്ഷരരൂപമാണ് മന്ത്രം. അതിനെ നമുക്ക് ഉപാസിക്കുവാൻ വേണ്ടി ത്രിമാന രൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കും. 3 ഡൈമെൻഷണൽ ഫോമിൽ. അതിന് പറയുന്ന പേരാണ് ബിംബം. ബിംബം അല്ലെ? ഗുരുവായൂരപ്പന്റെ ബിംബം അങ്ങനെയല്ലേ പറയും? ബിംബം അറിയാം. അല്ലാത്തവർ ചില ബിംബം എന്നത് വിഷയത്തെ പരിചയമില്ലാത്തവർ വിഗ്രഹം എന്ന് പറയും. വിഗ്രഹത്തെക്കാൾ തന്ത്രം പറയുന്നവർ പറയും ബിംബം എന്നാണ് പറയാം. ശരി. ആ ബിംബം നമ്മൾ എന്താണ്? ഗുരുവായൂരപ്പന്റെ ബിംബം. അല്ലെങ്കിൽ ഇവിടെ ഗണപതിയുടെ ബിംബം ഉണ്ടല്ലോ. ഗണപതിയുണ്ട്, ഗണപതിയുണ്ട്. അപ്പൊ ഗണപതിയുടെ ബിംബം, ആ ബിംബം എന്താണ്? ഗാണപത്യ മന്ത്രത്തിന്റെ ത്രിമാന രൂപമാണോ അല്ലയോ? മനസ്സിലായില്ലേ? മന്ത്രത്തിന്റെ 3 ഡൈമെൻഷണൽ ഫോം ഓഫ് എനി മന്ത്ര is a ബിംബം. അതാണ് ബിംബം. അപ്പൊ ഗണപതിയുടെ രൂപം അവിടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അത് ഗാണപത്യ മന്ത്രത്തിന്റെ ത്രിമാന രൂപമാണ് എന്ന് മനസ്സിലാക്കുക. ശരി. അപ്പോ ആ ഗണപതി മന്ത്രത്തിന് 3 ദ്വാരങ്ങൾ ഉണ്ടാവുമോ ഇല്ലയോ? ഉണ്ടാവണ്ടേ? ഏതൊക്കെയാണ് ദ്വാരങ്ങള്? ഋഷി, ഛന്ദസ്, ദേവത. ശരി. അപ്പൊ ഇത് 3ഉം അറിയുന്ന ഒരാൾ ഗണപതിയുടെ മുമ്പിൽ ചെന്നാൽ എങ്ങനെ തോന്നും? ഗണപതി മന്ത്രത്തിന്റെ ഋഷിയെ ശിരസിലും, ഛന്ദസ്സിനെ മുഖത്തും, ദേവതയെ ഹൃദയത്തിലും. ഇതിന്റെ മന്ത്രത്തിൽ ഇതറിയാത്ത ഹിന്ദുക്കൾ എന്ത് ചെയ്യും? സല്യൂട്ട് അടിച്ചു. വ്യക്തമായി? നമ്മൾ എവിടെ എത്തിയെന്ന് ആലോചിച്ചു. അറിവുള്ളവർക്കുള്ള, നല്ല ജ്ഞാനമുള്ളവരുടെ ഉപാസന ഭൂമിയാണ് ക്ഷേത്രം. അറിവുള്ളവരാണ് ക്ഷേത്രത്തിൽ ഉപാസന ചെയ്യേണ്ടതെന്നാ പറയാം. നല്ല അറിവ് വേണം ക്ഷേത്രത്തിൽ വരണമെങ്കിൽ. ക്ഷേത്രമില്ലാത്ത വിഷയം എന്നാലും ഞാൻ പറയാം. വേദാന്തത്തിന്റെ പരമകോട്ടിയിലെത്തിയ ആചാര്യന്മാർ വേണം ക്ഷേത്രാരാധന ചെയ്യാനെന്ന് എന്റെ ഗുരുവായൂർ പറഞ്ഞു. അപ്പൊ വിശ്വാമിത്ര ഋഷി ഗായത്രി മന്ത്രത്തിന്റെ ഛന്ദസ്സിന് പറയുന്നത് ഗായത്രി ഛന്ദ. പറഞ്ഞേ. വിശ്വാമിത്ര ഋഷി ഗായത്രി ഛന്ദ സവിതാ ദേവത. ഗായത്രി മന്ത്രത്തിന്റെ ദേവതയുടെ പേരാണ് സവിത. സവിത എന്ന് പറഞ്ഞാൽ സാമാന്യമായി അർത്ഥം ലൗകിക സംസ്കൃതത്തിന്റെ അർത്ഥം സൂര്യൻ എന്നാണ്. സൂര്യൻ. അപ്പോ സംശയം നമ്മള് പരസ്യം എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? അല്ലെങ്കിൽ സൂര്യ ഗായത്രി ജപം പറയാ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ്, സൂര്യൻ എന്നത് ഇന്നലെ നാളെ ഇല്ലാണ്ടാവൂലേ? കത്തിരില്ലേ? തിരിച്ചു. അപ്പൊ തിരില്ല. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതെ
ഹീലിയവും മറ്റും ഒരുപാട് വാതകങ്ങളുടെ ഒരു ഫ്യൂഷൻ അല്ലേ ഈ പറയുന്ന സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം, അത് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം ആണല്ലോ. അപ്പൊ അതിനെയാണോ ഉപാസിക്കുന്നത്? അങ്ങനെയല്ല, അങ്ങനെയല്ല. ഒരു പ്രമാണമുണ്ട്. നത്ര സൂര്യോ ഭാവിന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാവിതോയമഗ്നി തമേവ ഭാഗമനുഭാവി സർവം തസ്യ ഭാഗ സർവമിദം വിഭാവി. കഠോരശ്ലോകയാണ്. നത്ര സൂര്യോ ഭാവി, അതിനെ സൂര്യൻ പ്രകാശിപ്പിക്കുന്നില്ല. ചന്ദ്രതാരകം, ചന്ദ്രനും നക്ഷത്രങ്ങളും അതിനെ പ്രകാശിപ്പിക്കുന്നില്ല. നേമ വിദ്യുതോ ഭാവി, മിന്നലിന് അതിനെ പ്രകാശിപ്പിക്കുവാൻ സാധിക്കില്ല. കുതോയമഗ്നി, ഒരു നീല കഴിവാണോ? തമേവ ഭാഗം അനുഭാവി സർവം, അതെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. സൂര്യനെ പ്രകാശിപ്പിക്കുന്നത് അത്, ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നത് അത്, മിന്നലിനെ പ്രകാശിപ്പിക്കുന്നത് അത്. തസ്യ ഭാസ സർവം ഇദം വിഭാവി, അതിനെ പിന്തുടരുന്നത് കൊണ്ട് എല്ലാം പ്രകാശിപ്പിക്കുന്നു എന്ന് ആലോചിക്കുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞ മാത്രം ആണോ ഇതിലേ പറഞ്ഞു. അത് സൂര്യനെ പ്രകാശിപ്പിക്കുന്നില്ല, അത് ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നില്ല. അത് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? എന്നുള്ളതിന് മലയാളത്തിൽ എഴുതിയതാണ്. എന്താ പറയാ? പിന്നെ അപ്പോ എന്തായി? തത് ആയോ? തത് ഗായത്രി മന്ത്രത്തെ കൊണ്ട് പറയുന്ന തത് അതാണ് സൂര്യനെ പ്രകാശിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ ഗായത്രിയെ കുറിച്ചാണ്, ഗായത്രിയെ ഈ തതിനെ കുറിച്ചാണ് സാക്ഷാൽ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത്. തത്പദ ലക്ഷ്യാർത്ഥ സ്വരൂപിണി. വായിച്ചിട്ടോ ചിലരെങ്കിലും തത് എന്ന പദം കൊണ്ട് ലക്ഷ്യമാക്കുന്നവളെ ത്രിപുരസുന്ദരി ഹേ ഗായത്രി. തത് ഗായത്രിയാണ്. ശരി, പിന്നെ എന്തിനാ സൂര്യനെ നോക്കുന്നത്? ഞാനിപ്പോ നമ്മളിപ്പോ എന്താ പറയാ, പ്രഭാതത്തിൽ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഗായത്രി ജപിക്കുക, വൈകിട്ട് പടിഞ്ഞാറ് തിരിഞ്ഞ് ഇരുന്ന് ഗായത്രി ജപിക്കുക. ഇങ്ങനെയല്ലേ പറയാ? അപ്പൊ സൂര്യൻ ആവണം, സൂര്യനെ കാണുന്നില്ല, സൂര്യൻ കിഴക്ക് പടിഞ്ഞാറാണ്. ശരി, അപ്പോ അന്ന് തന്നെ പറയുന്നു സൂര്യനല്ല ഗായത്രി, അല്ല സൂര്യനല്ല ഗായത്രി, സൂര്യന്റെ സൂര്യനാണ്. മനസ്സിലായല്ലോ? സൂര്യനാണ് ഗായത്രി, സൂര്യനല്ല. സൂര്യൻ നശിച്ചു പോകുന്ന, പിന്നെ എന്തിനാ സൂര്യനെ പ്രതീകമാക്കുന്നത്? അതായത് ഞാൻ തൃക്കണ്ണീർന്നാ വരുന്നത്. അപ്പൊ ഞങ്ങളുടെ ദേശദേവതയുടെ പേര് തൃക്കണ്ണീരെന്നാണ്. അപ്പോൾ തൃക്കണ്ണൂരാണ് ദേശം. അപ്പൊ തൃക്കണ്ണൂരാണ് അവിടുത്തെ മൂർത്തി. ഇവിടെയൊക്കെ എന്താ ഉള്ളത്? ലിംഗങ്ങളാണ് ഉള്ളത്. അപ്പൊ ഞാൻ പോയിട്ട് ഹേ ലിംഗമേ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന പറഞ്ഞില്ല, അല്ല തൃക്കണ്ണൂരപ്പാതെ വിളിക്കുക അല്ലേ? അപ്പൊ ഇവിടെ പറയുന്നത് ലിംഗത്തെ നോക്കിയാണ്. ലിംഗത്തിലൂടെയാണ് ലിംഗിയെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുന്നത്. ലിംഗം എന്ന് പറഞ്ഞ ചിഹ്നം, ലിംഗം എന്ന് പറഞ്ഞ അടയാളം. അപ്പൊ ലിംഗത്തിലൂടെയാണ് ലിംഗിയെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുന്നത്. ഗായത്രിക്ക് നൽകാൻ സാധിക്കുന്ന ഉത്തമമായ ലിംഗമാണ് സൂര്യൻ. പദാർത്ഥത്തെയാണ് ഉപാസിക്കുന്നത് എന്ന ഒരു ചിന്ത ഇന്നു മുതൽ നമുക്കുണ്ടാകും. ഈ ആലോചിക്കൂ, ഭഗവാൻ കൃഷ്ണ ഉപാസന ഗായത്രി ആണെങ്കിൽ സൂര്യനാണോ? ഈ മണ്ഡലത്തിലുള്ള സൂര്യനെ ഉപാസന, അത് സൂര്യന്റെയും സൂര്യനാണോ എന്ന് ചിന്തിക്കുക. ശരി, ഇത്രയും പറഞ്ഞ മനസ്സിലായില്ലേ? ശരി, ഇങ്ങനെയുള്ള ഈ ഗായത്രി ആണ് എല്ലാ വേദങ്ങൾക്കും അടിസ്ഥാനം, എല്ലാ കർമ്മങ്ങൾക്കും അടിസ്ഥാനം, എല്ലാ ധർമ്മങ്ങൾക്കും അടിസ്ഥാനം. അത് എന്നാണ് പറയുന്നത്? ഗായത്രി എന്നാണ് പറയുന്നത്? ഈ ഗായത്രിയുടെയും മൂലം എന്താ ചോദിക്കും? പ്രണവമാണ് മൂലം. ആ പ്രണവം ആരാണെന്ന് ചോദിക്കും. ഋഷി ചോദിക്കുന്നതാണ്. പൂർവേഷാമപി ഗുരു കാലേനാനവച്ഛേദാത്, കാലം കൊണ്ട് മുറിച്ചു മാറ്റപ്പെടുവാൻ
ഈശ്വരനാണ്. ശരി. അപ്പോ ആ ഗുരുവിനെ എങ്ങനെയാ ഉപാസിക്കുക? അതിന് ഭഗവാൻ പതഞ്ജലി യോഗ ദർശനത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? അർത്ഥഭാവനയോടുകൂടി വേണം പ്രണവത്തെ ജപിക്കുവാൻ. അതെങ്ങനെയാ അർത്ഥഭാവനയോടുകൂടി പ്രണവത്തെ ജപിക്കുക? ഓന്ന് ഇപ്പൊ എന്തൊക്കെ അർത്ഥം തോന്നിയത്? ഒന്നും ശബ്ദമാണല്ലോ. അപ്പോ അങ്ങനെ വരുമ്പോൾ അവിടെയാണ് ഗായത്രിയുടെ രംഗപ്രവേശം. പ്രണവത്തിന്റെ ലിപിരൂപത്തിലുള്ള അർത്ഥവ്യാഖ്യാനമാണ്, പ്രണവരഹസ്യമാണ് സാക്ഷാൽ ശ്രീ ഗായത്രി. പ്രണവലിപിമയീ ഗായത്രി എന്ന് ഗായത്രിക്ക് ഒരു പര്യായമുണ്ട്. പ്രണവലിപിമയീ ഗായത്രി, പ്രണവത്തിന്റെ ലിപിരൂപമാണ് ഗായത്രി എന്ന് ആലോചിച്ചു. അപ്പൊ സാക്ഷാത് പ്രണവം തന്നെയാണ് ഗായത്രി. ഈ ഗായത്രിയിൽ നിന്നുമാണ് എല്ലാം ഉണ്ടായത്. സൃഷ്ടി പോലും ഉണ്ടായിരുന്നത് ഗായത്രി എന്നാണ്. സൃഷ്ടി ഉണ്ടായത് അഥവാ ഭഗവതിയാണ് സ്വയം സൃഷ്ടിയായി മാറിയത്. പ്രണവത്തിലെ രണ്ട് ഓ ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഓ പ്രണവ ചൊല്ലി തുടങ്ങി നമ്മൾ ഓരോ നമ്മളിങ്ങനെ സാധാരണ നോക്കിയാറ് ആ ഉ ആ മ അല്ലേ? ശരി. ആ ഓം ഭാരതീയർ അനാദികാലമായി ഇതിനെ എങ്ങനെയാണ് ജപിക്കുന്നത്? ഓ ഓ ഓ. ഭാരതത്തിൽ നിന്നും പുറത്തുപോയ ഈ വിദ്യ മറ്റു ഇടങ്ങളിൽ എത്തിയപ്പോൾ അവർ ഇതിനെ എങ്ങനെ ജപിക്കുന്നു? ആമൻ ആമീൻ. ഇന്ന് ചില ആചാര്യന്മാർ ഓം എന്നല്ല ജപിക്കേണ്ടത്, എന്നല്ല ജപിക്കുന്നത് പഠിപ്പിക്കുന്നുണ്ട്. അത് ഓരോരോ ഗുരുക്കന്മാരുടെ ഇഷ്ടം. അതൊക്കെ എത്രയുണ്ട്? അപ്പൊ എന്തൊക്കെയാണ് ശരിയെങ്കിൽ ആമീൻ ആമൻ എന്ന് പറയുമ്പോൾ ശരിയാണ്, സമ്മതിക്കേണ്ടി വരും. അവിടെ ഓം ഓം തന്നെയാണ്. ആ പ്ലസ് ഉ പ്ലസ് മ ആണ് ഈസി കഴിവ് ശിവൻ. ഓ അഥവാ ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെയാണോ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈശ്വരൻ കോവിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? ശിവക്ഷേത്രമാണ്. നമ്മുടെ നാട്ടിൽ ഈശ്വരൻ കോവിൽ എന്ന് പറഞ്ഞാൽ ഏത് ക്ഷേത്രമാണോ? ഭഗവതിയുടെ ആവാം. എന്നാൽ ഈശ്വരൻ എന്ന വാക്കിന് യൂഥാർത്ഥം ശിവൻ എന്നാണ്. അപ്പോ ഓ ഈശ്വരൻ സമം ശിവൻ. ശിവനിൽ ശിവയുണ്ടോ? ശിവൻ അർദ്ധനാരീശ്വരനല്ലേ? അല്ലെ? ഇന്നത്തെ ആളുകളെ പോലെ മിസോജിനിസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഒന്നുമല്ല, പകുതി കൊടുത്തതാണ്, അല്ലെങ്കിൽ പകുതിയാണ്, പകുതി അയമയാണ്, മുപ്പതിനാണ്. അപ്പോ ഓ ഈശ്വരനാണെങ്കിൽ ഓ ഈശ്വരൻ വേണ്ടേ? വേണം. ചെയ്യാം. ആ പ്ലസ് ഉ പ്ലസ് ഓ. ശ്രദ്ധിക്കണേ. ആ അധികം ഉ അധികം ഓ. ഞാൻ അതിന്റെ ക്രമം ഒന്ന് മാറ്റട്ടെ. ഉ പ്ലസ് മു പ്ലസ് ആ വെച്ചോളൂ. എന്താ ഓമിനുണ്ട്, ഈശ്വരനുണ്ട്, ഈശ്വരനും. അപ്പോ ഈശ്വരന്റെയും ഈശ്വരന്റെയും അതിമനോഹരമായ അർത്ഥവ്യാഖ്യാനമാണ്, അർത്ഥകൽപ്പനയാണ് പരമേശ്വരിയായ ത്രിപുരസുന്ദരിയായ പരാശക്തിയായ സാക്ഷാൽ ശ്രീ ഗായത്രി. എന്താ പറഞ്ഞത്? യജ്ഞങ്ങളിൽ ഞാൻ സോമയാഗമാണ് പറഞ്ഞോ? അതിരാത്രമാണ് പറഞ്ഞോ? ഇല്ല. യജ്ഞാനാം ജപയജ്ഞോസ്മി. യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണ്. ഇതാണ് പറഞ്ഞത് അല്ലേ? ജപയജ്ഞമാണ്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ ഗായത്രിയാണ് ജപിച്ചിരുന്നത്. ത്രേതായുഗത്തിൽ ഈ കലികാലത്തിരുന്ന് നാം ജപിക്കാൻ പോകുന്നത് അതേ ഗായത്രി. പക്ഷേ നാം കലികാലത്തല്ല ജപിക്കുന്നത് എന്ന് ആദ്യം പറയട്ടെ.
എത്രയായി? 5 കർമ്മേന്ദ്രിയായി. 5 പ്രാണന്മാർ എത്രയാണെന്നറിയോ? എത്ര പ്രാണനാണ്? എത്ര ഉപപ്രാണനാണ്? പറയാം. പ്രാണൻ, അടികൊള്ളു. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. 5 പ്രാണനായി. ഉപപ്രാണന്മാർ. കണ്ണടയ്ക്കുന്ന ഒരു പ്രാണനാണ്. ജപം കുറിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഉച്ചവരെ പ്രസംഗിക്കാൻ കഴിയില്ല. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു പ്രാണൻ നിങ്ങളുടെ ഉള്ളിൽ കയറി വർക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ അതൊരു പ്രാണന്റെ പ്രക്രിയയാണ്. കണ്ണടയ്ക്കുന്ന പ്രാണനാണ്. അങ്ങനെ 10 പ്രാണൻ. അപ്പോ 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, 10 പ്രാണൻ. ടോട്ടൽ എത്രയും? ശരി. ഇനി എനിക്കുള്ളൂ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹം. ഞാനാണ് ഗായത്രി. അപ്പോൾ എനിക്കറിയണമെങ്കിൽ ഞാൻ ഏത് ചൂട് വെക്കണം? ഒറ്റ ചൂടേ ഉള്ളൂ. ആ ചൂടിന് പറയുന്ന പേര് ഗായത്രി. ഗായത്രിയിൽ നിന്നുമാണ്, അഥവാ വേദങ്ങളിൽ നിന്നുമാണ് നമുക്ക് ഭാരതം എന്നൊരു പേര് പോലും ഉണ്ടായത്, അല്ലേ? ഭരതൻ മീനിങ് ഓഫ് ഭ. നിങ്ങൾ ബാംഗ്ലൂരിൽ ആൾക്കാരല്ലേ? ഭ. The word meaning of bha is a light of knowledge. Light of knowledge. Bha. പ്രഭാതം എന്നല്ലേ പറയാ? പ്രകർഷേണ പ്രകാശിക്കുന്നത് പ്രഭാതം. ഭ. അപ്പൊ ഭ എന്ന് പറഞ്ഞാൽ അറിവിന്റെ പ്രകാശം. രഥം, അതിൽ അഭിരമിക്കുക, മുഴുകുക, അറിവിനെ ഉപാസിക്കുക. അപ്പൊ അറിവിൽ ലഭിക്കുക, അറിവിനെ ഉപാസിക്കുക, അറിവിൽ ആനന്ദിക്കുന്നവരുടെ രാഷ്ട്രത്തെ അറിവ് എന്ന 3 അക്ഷരത്തിന്റെ സംസ്കൃതത്തിൽ പറയുന്ന പേര് വേദം. അപ്പൊ എന്തായി? ഭാരതത്തിന്റെ ഡെഫിനിഷൻ എന്താ? വേദങ്ങളെ ഉപാസിക്കുന്നവരുടെ രാഷ്ട്രം, വേദങ്ങളെ ആനന്ദിക്കുന്നവരുടെ രാഷ്ട്രം, അഥവാ വേദഭൂമി. കുമാരിമുതൽ കന്യാകുമാരി മുതൽ ശാരദാ ക്ഷേത്രം എന്ന ഖ്യാതിയുള്ള കശ്മീരം വരെ ഈ ഭൂമിക്ക് പറയുന്ന പേര് വേദഭൂമിയാണ്. ഇത് വേദഭൂമിയാണ്. ഇത് വേദഭൂമി ആയതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങളുടെ മക്കൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ശ്രീ ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഒരു ശ്ലോകം ഇങ്ങനെയാണ്: നമസ്തേ ശാരദേ ദേവി. അട്ടോ എന്താ? കാശ്മീരപുരവാസിനി. നമസ്തേ ശാരദേ ദേവി കാശ്മീരപുരവാസിനി ത്വമഹം പ്രാർത്ഥയേ നിത്യം വിദ്യാദാനം ച ദേഹി മേ. ഇവിടെ ഇരുന്ന് കശ്മീരത്തിലുള്ള ശാരദയെ ഭജിക്കുന്നു. എന്നിട്ടാണ് ഐക്യരാഷ്ട്രസഭ നമ്മളോട് ചോദിക്കുന്നത് കശ്മീർ നിങ്ങളുടെയാണല്ലേ? പഴയ അക്കൗണ്ടാണ്. വേദഭൂമിയാണ് ഭാരതം. വേദമാതാവ് ഗായത്രിയാണ്. ഏതൊക്കെ രീതിയിൽ വേണം എന്നതിനെ സംബന്ധിച്ചൊരു ചെറിയ വിശദീകരണം കൂടെ അദ്ദേഹം തന്നതിന് ശേഷമാണ് നമ്മൾ ജപത്തിലേക്ക് കടക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഔഷധങ്ങൾ കഴിക്കുന്ന, മരുന്ന് കഴിക്കുന്ന സമയമോ അതിൽ അത്യാവശ്യമായി ഭക്ഷണം കഴിക്കുകയോ ടോയ്ലറ്റ് പോവുക എന്തെങ്കിലും വേണമെങ്കിൽ ഹോമം അത്യാധാരം സംഭാഷണം നിർത്തിയപ്പോൾ നിരാശരായ ആളുകളാണ് കൂട്ടത്തിലുള്ളത്. അതും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കലും നിരാശപ്പെടേണ്ട. അതിവിപുലമായ അദ്ദേഹത്തിന്റെ വിവിധ Viva
അപ്പോൾ നിങ്ങൾ കസേരയിൽ കയറിയിരുന്നാൽ നിങ്ങളൊക്കെ വയസ്സായി എന്ന് ഞങ്ങൾ വിചാരിക്കും. അതുകൊണ്ട് വയസ്സാവണം എന്ന് ആഗ്രഹിക്കാത്തവർ മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നതിന് ശേഷം വീണ്ടും കസേരയിൽ ഇരുന്നാൽ വെറുതെ വൃദ്ധരായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നവരൊക്കെ പരമാവധി ഈ ഷീറ്റിലേക്ക് ഇറങ്ങിയിരുന്നോളൂ. ആചാര്യനായാലും ജപിക്കുമ്പോഴായാലും നമ്മൾ പരമാവധി അടുത്തേക്ക് ഇരിക്കുന്നതാണ് സൗകര്യം. പരന്നിരിക്കുന്നവരുണ്ടെങ്കിൽ പരമാവധി മുൻഭാഗത്തേക്ക് ഇരുന്നോളൂ. വശങ്ങളിലേക്ക് ഒരുപാട് പോകാതെ ഈ വിളക്ക് വെച്ചിരിക്കുന്നതിൻ്റെ ഇടത്തും വലത്തുമായിട്ട് പരമാവധി ആളുകൾ കൂടിയിരിക്കുക, അടുത്തേക്ക് ഇരിക്കുക. അതുവരെ നമ്മൾ ചെയ്തിരുന്ന സുഹൃതം നമുക്ക് സംരക്ഷണ വലയമായി ഉണ്ടായിരുന്നു. അപ്പൊ സുഹൃതം വഴി യുക്തിപഥ വഴി ഒരൊറ്റ വഴി, ഒരേ ഒരു വഴിയാണ് അതിന് ജ്യോത്സ്യന്മാരാകട്ടെ ഇത്തരത്തിലുള്ള ദൈവജ്ഞന്മാരാകട്ടെ പറയുന്നത്. അതിന് പറയുന്നത് സുഹൃതഹോമം ചെയ്യണം. പേര് കേൾക്കുന്നവരുണ്ടല്ലോ, സുഹൃത
ദേവതയ്ക്ക് ഗായത്രിക്ക് വ്യത്യസ്തങ്ങളായ ദ്രവ്യങ്ങൾ ഹോമിക്കുന്ന ഹോമത്തിന് പറയുന്ന പേരാണ് സുകൃത ഹോമം അഥവാ ഗായത്രി യജ്ഞം. മനസ്സിലായിരുന്നു? സുകൃത ഹോമമാണ് പറഞ്ഞത്. സുകൃത ഹോമം എന്ന് പറഞ്ഞാൽ ഗായത്രി യജ്ഞമാണ്. അപ്പൊ ഇവിടെ ഗായത്രി ആവാഹിച്ച് കുളിച്ചു വരുന്നു. അവിടെ ഗായത്രി യജ്ഞം നടക്കുന്നു. ഇവിടെ ഗായത്രി ജപം നടക്കാൻ പോകുന്നു. ഈ വേദിയെ നിങ്ങൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? ഇന്ദ്രസഭയാണോ, ദേവഭൂമിയാണോ, വൈകുണ്ഠമാണോ, നിങ്ങൾ തീരുമാനിച്ചു. ശരി. അപ്പോ ഇനി നമ്മൾ നമ്മുടെ യജ്ഞത്തിന്റെ ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ജപയജ്ഞം ചെയ്യുവാൻ വേണ്ടി ഇവിടുത്തെ യജമാനന്മാർ അഥവാ യജമാനൻ ഇവൻ അതായത് എന്നെ ആചാര്യനായി ഭരിച്ചു. ആ യജ്ഞത്തിന്റെ ആചാര്യസ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ യജ്ഞം ചെയ്യുവാനുള്ളവർക്ക് യജ്ഞം ചെയ്യുവാനുള്ള അധികാരം കൊടുക്കും. ഈ യജ്ഞം ചെയ്യുവാനുള്ള അധികാരം ബർഹിസാണ്. ആ ബർഹിസ് എന്ന് പറഞ്ഞ ഡബ്ബ ഇത് കൊടുത്തുകൊണ്ടാണ് ആ യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മുൻപോട്ട് വന്ന അധികാരം കിട്ടും. നമസ്കാരം പറഞ്ഞാൽ മതി. നമസ്കരിക്കണം. നമസ്കാരം പറഞ്ഞാൽ മതി. നമസ്കാരം പറയാം. അച്ഛനക്ക് വേണ്ടിയുള്ള Yo
आत्मा इत्येन कल्पताम् ज्ञो इत्येन कल्पताम्
Dance. I have to hold. ഇവിടെ ഇനി അടുത്ത ചടങ്ങ് വന്നാണെന്നത് ഹരി ശ്രീ ഇപ്പൊ ആരും വരണ്ട, എഴുതി വന്നാൽ മതി. ഇപ്പോൾ ആന്തരിക ചടങ്ങാണ് നടക്കുന്നത്. ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് അനവധി ആളുകൾ വളരെ കുറവായി ആ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളത് ഈസിയല്ല. മാസങ്ങളായി പ്രവർത്തിച്ചപ്പോൾ ബാംഗ്ലൂർ നഗരത്തിൽ എവിടെയാണോ നമ്മുടെ ഈ ഗായത്രി മന്ത്രം ഉരുവിടേണ്ടത് അല്ലെങ്കിൽ ഗായത്രിമായ യജ്ഞം നടത്തേണ്ടത് എന്നൊരു ചിന്താഗതി വന്നപ്പോൾ രണ്ട് കൈകൊണ്ട് സ്വന്തം ബാലസോടി MS നഗർ അയ്യപ്പ ക്ഷേത്രത്തിൽ ചെയ്യാം. അതിനെന്ത് വില കൊടുത്തും ഏത് രീതിയിലാണെങ്കിലും എത്രത്തോളം ആയാലും എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യാൻ മനസ്സ് കാണിച്ചിട്ടുള്ള നമ്മുടെ അയ്യപ്പ ടെമ്പിളിലെ ഭാരവാഹിയായിട്ടുള്ള ആദ്യം നമ്മുടെ സെക്രട്ടറി ബാബുലൻ സാറിനെ തന്നെ ഞാൻ ക്ഷണിക്കുകയാണ്. ആ ബാബുലൻ സാറിന്റെ വലിയൊരു മനസ്സിൽ അല്ലെങ്കിൽ മനസ്സിന്റെ വലുപ്പമാണ് ഇന്നൊരു അവസരം നമുക്ക് ലഭിച്ചത്. കാര്യം ഗായത്രി ഉപദേശിക്കാൻ ആചാര്യമുണ്ട്, കേൾക്കാൻ നമ്മളുണ്ട്, ഉപദേശിക്കാൻ ഭക്തരുണ്ട്. പക്ഷെ സാഹചര്യം ചില എന്ത് ഒരു കൂടുതലും നമ്മുടെ സ്വർണ്ണ മത്സരത്തിന്റെ പ്രവർത്തനം ഈ മേഖലയിൽ മാത്രമല്ല കേരള സമാജത്തിന്റെയും മറ്റുള്ള ഭാഗങ്ങളിലും സനാതന ധർമ്മത്തിന് വേണ്ടി ധർമ്മം എവിടെയൊക്കെ സംരക്ഷിക്കപ്പെടണം. അതിന് എല്ലാ രീതിയിലും എപ്പോഴും ചുറിയോടുകൂടെ എല്ലാ തരത്തിലും ഏറ്റെടുക്കുന്നതിന് ഒന്നുകൂടാണ് കൊടുക്കുന്നതിനും വിൽക്കുന്നതിനും അടുക്കളയിലാണെങ്കിൽ വെള്ളം കുടിക്കാൻ വെള്ളം വരെ തൂക്കിട്ട് വരുന്ന വ്യക്തിത്വത്തിന്റെ പ്രതികരണ ആ വലിയ മനസ്സിന് ആചാര്യനായിട്ടുള്ള ഈ വേദി ഗായത്രി മന്ത്രത്തിന്റെ ഉപദേശമുള്ള ആ വേദിയിൽ ആദരിക്കുമ്പോൾ ഈ പ്രവർത്തനം ധർമ്മപ്രവർത്തനം ചെയ്യുന്ന വ്യക്തിക്ക് ഇനിയും ഒരുപാട് ധർമ്മപ്രവർത്തനം ആയുസ് ആരോഗ്യം കിട്ടുന്ന പ്രവർത്തനങ്ങൾ കൂടി ഞാൻ വേദി ക്ഷണിക്കാം. ആചാര്യൻ അവരെ ആദരിക്കുന്നത്. നന്ദി, നമസ്കാരം. സ്വാമി ശരണം. എല്ലാവർക്കും ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഇത് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ നാരായണ പ്രസാദ് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഇങ്ങനെ ഒരു അമ്പലത്തിലെ പ്രോഗ്രാം നടത്തണമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ വരുമാനം ചെയ്താണെന്ന് തോന്നുന്നു. നമുക്ക് കുഴപ്പമില്ല, ചെയ്തോളൂ. അമ്പലത്തിന്റെ സൈഡിൽ എന്ത് സപ്പോർട്ടാണ് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇവിടെ വന്ന് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. എല്ലാവരും ഒറ്റയ്ക്ക് പറഞ്ഞു ചെയ്തോളൂ, പോലെ എന്നോ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹരിഗോവിന്ദൻ തിരുമനസ്സുകൾ വന്ന് നമ്മുടെ ഈ പൂജ ഗായത്രി പൂജ എത്രയും ഭംഗിയായിട്ട് നടത്തി തന്നതിന്
നമ്മുടെ ഇത്രയും നിരീക്ഷണത്തോടുകൂടി പ്രാർത്ഥിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സോടെ അയ്യപ്പന്റെ അമ്പലത്തിന്റെ പേരിൽ ഞാൻ നന്ദി നമസ്കാരം. അടുത്തായിട്ട് നമ്മുടെ ഇതിന്റെ മലയാളികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കലാരൂപങ്ങളിൽ നാട്യശാസ്ത്ര വൈഷ്ണവ നാട്യം നടത്തി ജനങ്ങളിലേക്ക് ശാസ്ത്രീയമായിട്ടുള്ള നമ്മുടെ കൾച്ചർ സനാതന ധർമ്മം സംരക്ഷിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് നമ്മുടെ നാട്യശാലയെ നമ്മുടെ ഡാൻസ് മേഖലയെ ഭരതനാട്യം കുച്ചിപ്പുള്ള എല്ലാ മേഖലകളിലും അത്യുന്നതത്തിലേക്ക് മലയാളിയായിട്ടുള്ള നിതിൻ ശർമ്മയെ ഞാൻ വേദി ക്ഷണിക്കുകയാണ്. വളരെ കൈവരിച്ചാൽ ഈ വേദിയിൽ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സനാതന ഡോക്ടർ വിശ്വനാഥ് സർ വേദമന്ത്രം വ്യാസങ്ങളിലുള്ള 4 വേദങ്ങളും വായിക്കാൻ കാലത്ത് ബുദ്ധിമുട്ടാണ്. സാൻസ്ക്രിറ്റ് ആയാലും മറ്റു രീതിയിലൊക്കെ വായിക്കാം, വേദോപനിഷത്ത് പഠിക്കാൻ. പക്ഷെ അതെല്ലാം ചെയ്യുന്നില്ല, എല്ലാം കുറിച്ച് അത് എത്തോളം നമ്മൾ ഈ കാലഘട്ടത്തിന് ആവശ്യം എന്നുള്ള ആ ഒരു സംസ്കാരത്തെ വേദശാസ്ത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിന്ദുത്തെ സംരക്ഷിക്കുക, ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കുക, സനാതന ധർമ്മത്തെ സംരക്ഷിക്കുന്ന ഒരു കോൺസെപ്റ്റായിട്ട് ഡോക്ടർ വിശ്വനാഥൻ സാർ എത്തിയിട്ടില്ല. ആ മലയാളം എഴുതിയില്ല, അതിന് പരിഭാഷപ്പെടുത്തിയിട്ടില്ല. സൂര്യനാരായണ നമ്പൂതിരി സാർ ഇവിടെയുണ്ട്. അവരെയാണ് ഈ ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ബുക്ക് നമുക്ക് ഏവർക്ക് ഇന്നത്തെ രീതിയിൽ എല്ലാവരും സനാതന ധർമ്മത്തിനോട് ചിരിക്കുന്ന അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡായിട്ട് ഗായത്രിയെ കുറിച്ചുള്ള ധർമ്മത്തെ സംരക്ഷിക്കുന്ന ആളുകളായതുകൊണ്ട് വേദ സംസ്കാരത്തെ വേദങ്ങൾ അറിയാൻ വേണ്ടി 4 വേദങ്ങളിൽ മിക്സ് ചെയ്തിട്ടുള്ള സനാതന സുധ എന്നാണ് ഈ ബുക്കിന്റെ പേര്. നിങ്ങൾ ശേഷം നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സർ പറയുണ്ടായി, ഈ ഒരു സനാതന സുധ വായിച്ചാൽ ജീവിതത്തിൽ വേറെ ഒന്നും വായിക്കില്ല, ഇതിലെല്ലാം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അമൃത് എന്ന് നമ്മുടെ ഒരു സനാതന സുധ പുസ്തകം ആചാര്യത്തിന് സമർപ്പിച്ചുകൊണ്ട് ബാക്കി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ കുറിച്ച് വാക്കുകൾ ധ്വനിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹനീയമായ ഈ ഒരു വേദിയിൽ സ്വാമിജിയുടെ സാന്നിധ്യത്തിൽ 2 വാക്ക് പറയാൻ ഒരു അവസരം കിട്ടിയത് മഹാഭാഗ്യമായി കരുതുകയാണ്. എനിക്ക് ഇതിനുള്ള നിയോഗം കിട്ടിയത് ഒന്നാമതിന്റെ ഗുരുവാണ് ശ്രീ വിശ്വനാഥ നമ്പൂതിരി സാർ. കാലങ്ങളായി എത്രയോ ദശാബ്ദങ്ങളായി തന്നെ നമ്മുടെ സനാതന ധർമ്മത്തെക്കുറിച്ചും വേദ ഗ്രന്ഥങ്ങളെ കുറിച്ചുമൊക്കെ പഠിച്ചുകൊണ്ടും താൻ നേടിയ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്ന ഒറ്റ ചിന്തയ്ക്ക് വേണ്ടി, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ നാരായണ സർജി പറഞ്ഞ പോലെ ഇന്ന് ശ്രേഷ്ഠഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡുകളുടെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വരാൻ പറ്റിയില്ല. അതുകൊണ്ടൊരു പകരക്കാരൻ എന്ന് എനിക്ക് എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. എനിക്ക് ഈ പുസ്തകമായിട്ട് ബന്ധം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇതൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളായിട്ട് കോവിഡ് പീരീഡിൽ ഭജൻസ് പാടുന്ന ഭജൻസ് പാട് ശിവശങ്കർ സാറെ വേദിയിൽ ക്ഷണിക്കുകയാണ്. ശിവശങ്കർ സാർ ഓക്കെ നമ്മുടെ എലഗോട്ടിന്റെ ആർഗ്യുമെന്റായിട്ടുള്ള എലഗോട്ടൻ സാറിനെ ക്ഷണിക്കുകയാണ്. അതിൻ്റെ ആദരവ്. അതുപോലെ തന്നെ നമ്മുടെ സനാതന ധർമ്മം സംരക്ഷിക്കുക എന്നുള്ള വാർത്തയോടുകൂടി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് ചെയ്യുക. അവാർഡുകൾ കരസ്ഥമായിട്ടുള്ള ഫ്രഞ്ചിന് വേണ്ടി ക്ഷണിക്കുന്നു. കോളേജുകൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഫ്രഞ്ച് അതുപോലെ തന്നെ ശ്രീനാരായണ സമിതിയിൽ സ്ഥിരം എന്തുകൊണ്ട് കാണുന്നു. കാരണം ഓരോരോ വ്യക്തികളുടെയും അവരെ നമുക്ക് നേതൃത്വം നൽകുന്ന ലീഡർഷിപ്പ് ചെയ്യുന്ന ക്വാളിറ്റി, ആ ക്വാളിറ്റിയെ ആ വലിയ മനസ്സിന്റെ ഉടമകളെയാണ് നമ്മൾ ആദ്യം. വ്യക്തിയുടെ പേരിനല്ല, ആ പ്രവർത്തനത്തിന്റെ ശൈലിയാണ്. ഒന്നും ആഗ്രഹിക്കാൻ ചെയ്യുന്ന നമുക്ക് എത്ര വർഷങ്ങളാണ് സന്തോഷം. ഈ പ്രവർത്തനങ്ങൾ ഇതിലേക്ക് ചെയ്യണം, ഏതൊക്കെ ചെയ്യണമെന്ന് ലീഡ് ചെയ്യുകയും ഉപദേശം ചെയ്യുകയും ഉപദേശപ്പെടുകയും അതിൻ്റെ ഓരോ ഓർഗനൈസിങ് ചെയ്യുകയും ചെയ്യുന്ന വിധത്തിലാണ് ഇവരെല്ലാം നമ്മൾ ഈ രീതിയിൽ അവരെ ആദരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ രാധാകൃഷ്ണൻ ട്രസ്റ്റിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് പാട്ടിക ട്രസ്റ്റ് പ്രവർത്തിക്കുന്ന നമ്മുടെ ഗോപാലകൃഷ്ണൻ അയ്യർ, ഗോപാലകൃഷ്ണൻ കുട്ടികൾക്ക് ഭജൻസ് പാടുക, നിസ്വാർത്ഥ മണ്ഡലമാവാസി ഏത് വീടുകളോട് ഫ്രീ ആയിട്ട് നമ്മളെ ഭജൻസ് കൊടുക്കുക, പഠിപ്പിക്കുക. രാധാകൃഷ്ണൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ധർമ്മത്തെ സംരക്ഷിക്കുക, അയ്യപ്പസംഘത്തിന്റെ പ്രവർത്തനങ്ങളായി ശാസ്ത്ര ശാസ്ത്ര ഭജന, അങ്ങനെ ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗോപാലകൃഷ്ണൻ അയ്യരെ നമ്മുടെ വേദിയിൽ ക്ഷണിക്കുകയാണ്. സമന്വയിപ്പിച്ചു കൊടുക്കുന്നതിന് മനോജ് അവരെ നമ്മുടെ വേദിക്ക് ആദരിക്കപ്പെടുകയാണ്.
കാരണം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരത്തിൽ ആചാര്യന്റെ ഒരു ആദരവ് നമ്മുടെ ശശി സ്ഥലം നമ്മുടെ ഒരു 25-50 കിലോമീറ്ററുകളിൽ എവിടെയെങ്കിലും അവിടെ രാത്രിയും പകലും കൂടെ ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് നമ്മൾ ഇവരൊക്കെ ഈ വേദിയിൽ കാണുന്നത്. അത്തരത്തിലൊരു വലിയ മനസ്സിൽ ഉടമകളായിട്ടുള്ള ശശിയൊക്കെ നമ്മളിവരെ ആദരിക്കണം. ഫണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത് അതുപോലെ ഏത് കാര്യം, അതുപോലെ നമ്മുടെ ഗായത്രി അമ്പലം ഷോപ്പിൽ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എന്റെ പ്രവർത്തനങ്ങൾ കൂടിയിട്ട് എന്ത് സഹായം ചെയ്താൽ ആർക്കിടെക്ചറൽ കൺസ്ട്രക്ഷൻ ചെയ്താണെങ്കിൽ അമ്പലത്തിന്റെ സംവിധാനം ഒരുപാട് വളരെ വർഷങ്ങളായിട്ട് ചെയ്ത പ്രവർത്തനമാണ് അവരെ ആദ്യം ക്ഷണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രവർത്തനത്തിന് ഗ്രൂപ്പിൽ എൻട്രി ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനത്തിന് സാമ്പത്തികമായിട്ട് ഫിസിക്കലായിട്ട് മാനസികമായിട്ട് എല്ലാത്തിനും മുതൽ യാത്രയും പാലും കൂടെ വർക്ക് ചെയ്തുള്ള മേടത്തെ ക്ഷണിക്കുന്നു. ആചരിക്കുന്നു. 5 മണിക്കൂർ പ്രോഗ്രാമാണ് ദുബായിൽ നിന്നുള്ള വീട്ടിൽ വഴിയുണ്ട്. ആരെങ്കിലും അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ? ഇതിനുവേണ്ടി മാത്രം ദുബായിൽ നമ്മുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. ആരായിരുന്നു? ശ്രീനിവാസ് എന്നറിയപ്പെടുന്ന ഈ പ്രസ്ഥാനത്തെ ട്രസ്റ്റിയെ ഞാൻ ആദരിക്കാൻ. കാരണം നമ്മളെല്ലാം ഒരു സ്നേഹമാണ്. കാര്യം തൊട്ടടുത്തുള്ളവരെല്ലാം പഠിക്കുമ്പോൾ ദുബായിലേക്ക് നിൽക്കുന്ന വീട്ടിൽ ഇന്നലെ രാത്രി വന്നു. ഈ ഡെക്കറേഷൻ ചെയ്ത് കൂടുതലെല്ലാം അവരുടെ സാന്നിധ്യമാണ്. എന്നാലും നമ്മുടെ എല്ലാവരും സ്നേഹം ആചരിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. ശ്രീനിവാസ ശർമ്മ എന്റെ ശിഷ്യനായി ചെയ്യണം. ഓരോ പിൻ പോയിന്റ് ഇത് പ്രോഗ്രാം തുടങ്ങി പ്ലാൻ ചെയ്തുകൊണ്ട് കഴിഞ്ഞ 3 മാസം പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്ന് ഫെബ്രുവരി ഇന്ന് ഈ 19 വരെയുള്ള ഡെക്കറേഷനിൽ ഒരുപാട് പ്ലാൻ ചെയ്യും. അതിലൊരുപാട് കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് കൂടി മറ്റുള്ള ചെയ്തുകൊണ്ട് ഇന്ന് വരെ ഇപ്പോൾ വരെ അതിന് ഒരുപാട് ചുക്കാൻ പിടിച്ചിട്ടുള്ള നെടുന്തൂണായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക് സപ്പോർട്ട് എല്ലാത്തിനും ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയ പില്ലർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാക്ക് ബോൺ നമ്മുടെ ശക്തി, അതുപോലെ ഇതിന്റെ എല്ലാത്തിനും എല്ലാം ഉടമയായിട്ടുള്ള ഒരു മഹാവ്യക്തിത്വം ആരായിരിക്കും എന്ന് പറയാമോ? പറഞ്ഞു ഞാൻ അവർ ഉണ്ടാലും ഇന്നിവിടുന്ന് ഫുൾ പ്രോഗ്രാംസിന്റെ ഒരു ബുക്ക് തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആരായിരിക്കും? ഞാനൊരു ഹരികളുണ്ട്. സോപാന സംഗീതത്തിന്റെ നിലയിൽ സമൂഹത്തിലേക്ക് സോപാന സംഗീതം പ്രചരിപ്പിക്കുകയും സോപാന സംഗീതത്തിന്റെ പ്രചരണാർത്ഥം ഒരുപാട് കുട്ടികൾ 200-ൽ കൂടുതൽ കുട്ടികളിലേക്ക് സോപാന സംഗീതം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ഇന്നവിടെ ആശ അതുപോലെ ഒരുപാട് കുട്ടികൾ പ്രചരിക്കുന്നുണ്ട്. ഈ സോപാന സമാജത്തിന് ജനകീയമായിട്ടുള്ള ഒരു വ്യക്തിമുദ്രയാണ് ഞങ്ങളുടെ ഹരിഗോവിന്ദ്. അവരുടെ ആ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും കഴിഞ്ഞ 3 മാസം ഡെഡിക്കേറ്റഡാണ്. എങ്ങനെ ചെയ്യാം, ഏതൊക്കെ ചെയ്യാം. എന്നെ മാത്രമല്ല നമ്മുടെ ഭാഗ്യ സാറായിട്ട് വിഷ്ണുമാരായിട്ടും മായ ടീച്ചർ നമ്മുടെ എല്ലാവരും അവരുണ്ട്. വളരെയധികം കമ്മ്യൂണിറ്റി കൊണ്ട് പിൻ പോയിന്റ് അവർ എഴുതിയ വിധമാണ്. 1977 ആരംഭിച്ച നമ്മുടെ ഈ ക്ഷേത്രം 53 വർഷം കഴിഞ്ഞ് ഇന്ന് ഇത്രയും ഉയർന്ന ഒരു മഹാക്ഷേത്രമായി ഉയർന്നിരിക്കുകയാണ്. എല്ലാവരും നമുക്കറിയാം. ഇവിടെ ഭാഗവത സദ്ഭാഗം 36 പ്രാവശ്യം നമ്മൾ നടത്തിയിരിക്കുന്നു. ദേവി ഭാഗവതം നടത്തിയിരിക്കുന്നു. മറ്റുള്ള സത്സംഗങ്ങൾ നടത്തിയിരിക്കുന്നു. ഈ സൂര്യഗായത്രി ജപം ആദ്യമായിട്ടാണ് നമ്മൾ ഈ ക്ഷേത്ര സന്നിധിയിൽ നടത്തിയിരിക്കുന്നത്. അതിന് ഇവിടെ എത്തിച്ചേർന്ന ആചാര്യൻ അരുണ പ്രഭാകർ അവരുടെ ആദരിക്കുവാൻ ക്ഷേത്ര തന്ത്രിയുടെ രൂപം ആലേഖനം ചെയ്തിരിക്കുന്ന സമർപ്പിക്കുവാൻ ക്ഷേത്രം സെക്രട്ടറി ശ്രീ ബാബുലിനെ പ്രകാശിനെ വേദി ആചാര്യനെ കൊണ്ട് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കും. ആചാര്യന്റെ അമ്പലത്തിൽ ഗായത്രി അമ്പലം ചെയ്യുമ്പോൾ അവിടെ ഇതുപോലെ പ്രവർത്തിക്കാൻ ഒരു എനർജി പേര് വായിക്കാനുണ്ട്. കായികമായി ക്ഷീണത്തിലും മാനസികമായി ഊർജത്തിലുമാണ്. അപ്പം നാരായണ പ്രസാദ്ജിയെ ആദരിക്കുകയല്ല ചെയ്യുന്നത്,
അല്ലെങ്കിൽ ഈ ഒരു ജപയജ്ഞത്തെ അതിമനോഹരമാക്കുന്നതിന് ധനങ്ങളാൽ അദ്ദേഹം നടത്തിയ ഒരു തപസ്, അതിനെ ഞങ്ങൾ ചേർത്ത് പിടിക്കുകയാണ്. ആചാര്യൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഒരു പേരൂടെ വായിക്കാറുണ്ട്. നമ്മൾ കരിഞ്ഞൂർ ഗായത്രി മാതാവിന്റെ വേദമന്ത്രോച്ചാരണം ഉച്ചരിക്കാനുള്ള അവസരം ശാസ്ത്രമായി ക്ഷേത്രത്തിൽ നടക്കാനുള്ള ഭാഗ്യമുണ്ടായി. അത് പ്രവച മാതാവ് അനുഗ്രഹമാണ്. ഇത്തരത്തിൽ വൈജ്ഞാനികളുടെ സഹകരണം നല്ല വളരെ നന്ദി അറിയിച്ചുകൊണ്ട് ബാക്കി കളിലേക്ക് ഭക്ഷണം എല്ലാവർക്കും താല്പര്യം കേട്ടിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഇല്ല, ഇത് കുറച്ചുകൂടി നമുക്ക് പ്രസാദം വിതരണമാണ്. ആചാര്യ കൈകളാൽ പ്രസാദ വിതരണം. ഒരു ഭാഗത്ത് സുവർണ്ണ മുദ്രയ്ക്ക് വേണ്ടി പ്രത്യേകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകൾ ഒരു വരിയായി ഈ തോടിന് പ്രത്യേകം ഇങ്ങോട്ട് മാറി നിൽക്കുക. വേഗത്തിൽ സുവർണ്ണ മുദ്രയ്ക്ക് ടോക്കൺ കൈകൾ വേഗത്തിൽ സമർപ്പിച്ച് നിങ്ങളുടെ മാറിക്കാവുന്നതാണ്. അവിടെ ടോക്കൺ ഇടുന്നു. ക്ലാസ്സിൽ തല മാത്രമല്ലേ മുടി മാത്രമേ തല മാത്രമല്ലേ കാണിക്കുള്ളൂ. ഈ മനഃപൂർവ്വം ഇത് കാണിക്കാത്ത ഫോൺ കാണിക്കാത്ത
ഞാൻ ഈ പേര് മാറ്റി കുമ്പിടി എല്ലാവരും പ്രസാദം സ്വീകരിച്ച ശേഷം അന്നദാനമണ്ഡപത്തിലേക്ക് പോവുക. ശേഷം കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് ഞങ്ങൾ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നു ഇവിടെ മീന അവർ പള്ളി എറണാകുളത്ത് CK മൂസത്ത് പൊന്മണ ഇല്ലത്ത് എൻ്റെ അച്ഛൻ വളരെ പഴയ ബുക്ക് 80s ബുക്കുണ്ട്. ഞാൻ 20 കൊല്ലം ചന്നഴി കുമാരൻ മൂസമാണ്.